ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ്? LV-M3 M4 എന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. LV-M3 M4. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ഇതെന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഐച്ചി നഗോയ. ജപ്പാനിലെ ഐച്ചി നഗോയയാണ് 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 2022 വേദി എവിടെയായിരുന്നു? ചൈനയിലെ ഹാങ്ഷൗ. 2022 ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടിയിരുന്നത്. അത് കൊറോണ മൂലം 2023 നടന്നത്. അപ്പോൾ അതിൻ്റെ വേദി ചൈനയിലെ ഹാങ്ഷൗ ആയിരുന്നു. 2018 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. 2018 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. 2023 G20 സ്ഥിര അംഗത്വം ലഭിച്ച സംഘടന ഏതാണ്? ആഫ്രിക്കൻ യൂണിയൻ. 2023 G20 സ്ഥിര അംഗത്വം ലഭിച്ച സംഘടന ആഫ്രിക്കൻ യൂണിയനാണ്. ഇതോടെ G20 ഇനി മുതൽ G21 എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. 2023 G20 ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ചാണ് G20 ഉച്ചകോടി 2023 നടന്നത്. പ്രധാന വേദിയായിരുന്നു ന്യൂഡൽഹി. ഇന്ത്യയിലെ പല നഗരങ്ങളിലായിട്ടാണ് ഈ ഒരു ഉച്ചകോടി നടന്നത്. 2023 ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി G20യുടെ എത്രാമത്തെ ഉച്ചകോടിയായിരുന്നു അല്ലെങ്കിൽ സമ്മേളനമായിരുന്നു? 18ാമത്തെ. 2023 ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി G20യുടെ എത്രാമത്തെ സമ്മേളനമായിരുന്നു? 18ാമത്തെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ ശില്പം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ G20 വേദിക്ക് മുന്നിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ ശില്പം സ്ഥാപിക്കപ്പെട്ടത്. 2021 മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അസിം താന്നിമൂടിന്. 2021 മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് അസിം താന്നിമൂടിനാണ്. ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും സൗരയൂഥ പിറവിയുടെ രഹസ്യം തേടുന്നതിനുമായി നാസ വിക്ഷേപിച്ച പേടകം ഏതാണ്? ലൂസി. ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും സൗരയൂഥ പിറവിയുടെ രഹസ്യം തേടുന്നതിനുമായി നാസ വിക്ഷേപിച്ച പേടകമാണ് ലൂസി. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അല്ലു അർജുൻ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനെയാണ്. മികച്ച നടിയായി 2 പേരെ തിരഞ്ഞെടുത്തു. അത് ആലിയ ഭട്ടും കൃതി സനോണുമാണ്. മികച്ച നടിമാർ ആരൊക്കെയാണ്? ആലിയ ഭട്ടും കൃതി സനോനും. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. നമ്പി നാരായണൻ്റെ ജീവിതകഥ ആസ്പദമാക്കി എടുത്ത സിനിമയാണിത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുത്തത് റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് RRR എന്ന സിനിമയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രം ഏതായിരുന്നു? RRR. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ
മികച്ച മലയാള ചിത്രം ഹോം ആയിരുന്നു. 69ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഹോം എന്ന സിനിമയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആവാസവ്യൂഹം എന്ന സിനിമയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം എന്ന സിനിമയാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ച മലയാള നടൻ ആരാണ്? ഇന്ദ്രൻസ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ച മലയാള നടൻ ഇന്ദ്രൻസ് ആണ്. സിനിമ ഹോം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച പശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം ലഭിച്ചത് MM കീരവാണിക്കാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച പശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം ലഭിച്ചത് RRR എന്ന സിനിമയുടെ പശ്ചാത്തല സംഗീതമൊക്കെ നിർവഹിച്ച MM കീരവാണിക്കാണ്. 2023 ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ നടത്തിയ പദ്ധതിയുടെ പേരെന്താണ്? കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. 2023 ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരളത്തിൽ നടത്തിയ പദ്ധതിയാണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? കേരള ട്രൈബൽ പ്ലസ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി അധികമായി നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? കോട്ടുകാൽ. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോട്ടുകാലാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സിക്ക് റൂം അനുവദിക്കാൻ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സിക്ക് റൂം അനുവദിക്കാൻ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗോപിനാഥ് മുതുകാട്. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? പാലക്കാട്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല പാലക്കാടാണ്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? പെൻബൂത്ത്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയാണ് പെൻബൂത്ത്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇറാൻ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ആദ്യ ഏഷ്യൻ രാജ്യം ഇറാനാണ്. രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലെയെ മറികടന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രി. രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലെയെ മറികടന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം. 2022 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ജേതാക്കൾ ആരാണ്? ദക്ഷിണ കൊറിയ. 2022 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ജേതാക്കൾ ദക്ഷിണ കൊറിയയാണ്. 2022 പ്രഥമ കേരള ഒളിമ്പിക്സ് ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ്. 2022 പ്രഥമ കേരള ഒളിമ്പിക്സ് ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണ്. 2022 HIV വൈറസിന്റെ മാരക ശേഷിയുള്ള വകഭേദം കണ്ടെത്തിയ രാജ്യം ഏതാണ്? നെതർലൻഡ്. 2022 HIV വൈറസിന്റെ മാരക ശേഷിയുള്ള വകഭേദം കണ്ടെത്തിയ രാജ്യം നെതർലാൻഡാണ്. ഇസ്രായേലുമായി സൈനിക കരാറിൽ 2022 ഒപ്പുവെച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ബഹ്റൈൻ. ഇസ്രായേലുമായി സൈനിക കരാറിൽ 2022 ഒപ്പുവെച്ച ആദ്യ ഗൾഫ് രാജ്യം ബഹ്റൈനാണ്. സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്?
തമിഴ്നാട്. സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിൽ നിന്നുള്ള 5 ഉൽപ്പന്നങ്ങൾക്കാണ് GI ടാഗ് ലഭിച്ചത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ്? ഡേവിഡ് വാർണർ. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണറാണ്. 2020 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ വനിതാ താരം ആരാണ്? സ്മൃതി മന്ദാര. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഹർമൻപ്രീത് കൗർ എന്നിവരാണ് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. 2020 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ വനിതാ താരമാരാണ്? സ്മൃതി മന്ദാര. വയനാട് വനം ഡിവിഷന് കീഴിലുള്ള വെള്ളരിമലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ തുമ്പി ഇനം ഏതാണ്? വർണ്ണനിഴൽ തുമ്പി. വയനാട് വനം ഡിവിഷന് കീഴിലുള്ള വെള്ളരിമലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ തുമ്പി ഇനമാണ് വർണ്ണനിഴൽ തുമ്പി. പ്രോട്ടോസ്റ്റിക്സ്റ്റ സെക്സ്കളറാറ്റസ് എന്നതാണ് വർണ്ണനിഴൽ തുമ്പിയുടെ ശാസ്ത്രനാമം. 2024 ജനുവരിയിൽ അന്തരിച്ച കളിക്കാരനായും പരിശീലകനായും ബ്രസീൽ ടീമിനൊപ്പം 4 ലോകകപ്പുകളിൽ പങ്കാളിയായ ഇതിഹാസ ഫുട്ബോൾ താരം ആരാണ്? മരിയോ സഗാലോ. 2024 ജനുവരിയിൽ അന്തരിച്ച കളിക്കാരനായും പരിശീലകനായും ബ്രസീൽ ടീമിനോടൊപ്പം 4 ലോകകപ്പുകളിൽ പങ്കാളിയായ ഇതിഹാസ ഫുട്ബോൾ താരം മരിയോ സഗാലോയാണ്. UAEയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നയാദി. UAEയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ISRO ആദ്യമായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? GSAT-20. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO ആദ്യമായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഇനിയും 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് 2024. അപ്പോൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. ഈ ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ സംവിധായകനാരാണ്? ക്രിസ്റ്റഫർ നോളനാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. മ്യൂസിക്കൽ കോമഡിയിൽ മികച്ച ചിത്രം പൂവർ തിങ്സ് എന്ന സിനിമയാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം അനാട്ടമി ഓഫ് എ ഫോൾ എന്ന സിനിമയാണ്. മികച്ച ആനിമേഷൻ ചിത്രം ദി ബോയ് ആൻഡ് ദി ഹൊറൺ എന്ന സിനിമയാണ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ആണ്. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫി. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. മ്യൂസിക്കൽ കോമഡിയിലെ മികച്ച നടൻ പോൾ ജിയാമാറ്റി. മ്യൂസിക്കൽ കോമഡി ഇനത്തിൽ മികച്ച നടി എമ്മ സ്റ്റോൺ. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. സിനിമ ഓപ്പൺഹൈമർ. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ്. ചിത്രം ദ ഹോൾഡോവേഴ്സ്. 2023 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ. 2023 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നായിരുന്നു. എന്നാണ് നമ്മൾ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും? ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? ദേശീയ സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 നമ്മൾ ദേശീയ സദ്ഭരണ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് എന്താണ്? ഛത്രപതി സംഭാജി നഗർ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ എന്നാണ്. പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരമാണ്. ആദ്യത്തെ കേരള
സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരമാണ്. 2023 ജൂലൈയിൽ ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറിയ യുദ്ധക്കപ്പൽ ഏതാണ്? INS കിർപ്പാൻ. 2023 ജൂലൈയിൽ ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറിയ യുദ്ധക്കപ്പൽ INS കിർപ്പാനാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിന്റെ ഫൈനൽ കളിക്കുന്ന ഇന്ത്യൻ താരം ആരാണ്? R പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിന്റെ ഫൈനൽ കളിക്കുന്ന ഇന്ത്യൻ താരം R പ്രജ്ഞാനന്ദയാണ്. കേരള സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? എറണാകുളത്തെ കോലഞ്ചേരി. കേരള സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം എറണാകുളത്തെ കോലഞ്ചേരിയാണ്. ഇതിൽ ജേതാക്കളായത് പാലക്കാട് ജില്ലയാണ്. JCB പുരസ്കാര ജേതാവായ പെരുമാൾ മുരുകന്റെ ആലണ്ടപ്പാച്ചി എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേരെന്താണ്? ഫയർ ബേഡ്. ഈ കൃതിക്കാണ് JCB പുരസ്കാരം ലഭിച്ചത്. പെരുമാൾ മുരുകന്റെ ആലണ്ടപ്പാച്ചി എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേരെന്താണ്? ഫയർ ബേഡ് എന്നാണ്. 2023 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? A സേതുമാധവൻ. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് A സേതുമാധവനാണ്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. കൃതി സമുദ്രശില. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. കൃതി സമുദ്രശില. 2023 CB കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. 2023 CB കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരനാണ്. ദേശീയ പഞ്ചായത്ത് അവാർഡ് 2023 മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്താണ്. ദേശീയ പഞ്ചായത്ത് അവാർഡ് 2023 മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്തിനെയാണ്. ദേശീയ പഞ്ചായത്ത് അവാർഡ് 2023 സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനം നേടിയ പഞ്ചായത്ത് ഏതാണ്? ആലപ്പുഴയിലെ വിയ്യപുരം ഗ്രാമപഞ്ചായത്ത്. ദേശീയ പഞ്ചായത്ത് അവാർഡ് 2023 സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനം നേടിയ പഞ്ചായത്ത് ആലപ്പുഴയിലെ വിയ്യപുരം പഞ്ചായത്താണ്. 2023 ഹരിവരാസന പുരസ്കാരം നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥിനാണ്. 2021 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണി രാജുവിനുമാണ്. 2022 ആലപ്പി രംഗനാഥിനും 2021 വീരമണി രാജുവിനുമാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2022 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ഏത് ചുണ്ടനാണ്? മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. 2022 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 47ാമത് വയലാർ പുരസ്കാരം 2023 ലഭിച്ചത്. 46ാമത് വയലാർ പുരസ്കാരം 2022 ലഭിച്ച ആർക്കാണ്? S ഹരീഷിനാണ്. ഇദ്ദേഹത്തിൻ്റെ നോവൽ മീശ എന്ന നോവലിനാണ് 46ാമത് വയലാർ പുരസ്കാരം 2022 ലഭിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിന്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലയ്ക്കാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആർക്കാണ്?
എം മുകുന്ദന്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സേതു. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കെ സച്ചിദാനന്ദൻ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ്. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? UA ഖാദർ. 2019 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് UA ഖാദറിനാണ്. 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സേവനത്തിന്റെ പേരെന്താണ്? കേരള സവാരി. 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി. ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? കെ ഫോൺ. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി. ഇതിന്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. കേരള സർക്കാരിന്റെ ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള പദ്ധതിയുടെ പേരെന്താണ്? ശുചിത്വ സാഗരം. കേരള സർക്കാരിന്റെ ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം. 2022 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിലെ മതിലിൽ പ്രദർശിപ്പിക്കുന്നതിനായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രമാണ്? അക്കമ്മ ചെറിയാന്റെ. 2022 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിലെ മതിലിൽ പ്രദർശിപ്പിക്കുന്നതിനായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രമാണ്? അക്കമ്മ ചെറിയാന്റെ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ്? ബജ്രംഗ് പൂനിയ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ബജ്രംഗ് പൂനിയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരെല്ലാമാണ്? മേരി കോമും മൻപ്രീത് സിംഗും. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് മേരി കോമും മൻപ്രീത് സിംഗും ചേർന്നാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാന. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഹരിയാനക്കാരനാണ്. നീരജ് ചോപ്രയ്ക്ക് ഏത് ഇനത്തിനാണ് സ്വർണം കിട്ടിയത്? ജാവലിൻ ത്രോയ്ക്കാണ്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത്തെ. ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ്. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ്? UT ഖാദർ. 2023 കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി UT ഖാദറാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ്? ധൃതി ബാനർജി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ധൃതി ബാനർജിയാണ്. തോഷഖാന അഴിമതി കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാൻ. തോഷഖാന അഴിമതി കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ്. 2023 തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ച വാഴപ്പഴം ഏതാണ്? മട്ടി വാഴപ്പഴം. 2023 തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ച വാഴപ്പഴം മട്ടി വാഴപ്പഴമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. 2023 മാധ്യമപ്രവർത്തക സംരക്ഷണ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. 2023 മാധ്യമപ്രവർത്തക സംരക്ഷണ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 2021 മെയ്യിൽ കലാപം ഉണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം പിടിച്ചെടുക്കാൻ കാരണമായ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 355. 2021 മെയ്യിൽ കലാപം ഉണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ അധികാരം ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം ആർട്ടിക്കിൾ 355 ആണ്. ഇന്ത്യയിലെ ആദ്യ നിയോ മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യയിലെ ആദ്യ നിയോ മെട്രോ നിലവിൽ വരുന്നത് ഡെറാഡൂണിലാണ്. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യ ഗീർ പശു ഏതാണ്?
ഗംഗ. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യ ഗീർ പശു ഗംഗയാണ്. പത്തനംതിട്ടയിലെ അയിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പേര് എന്താണ്? അയിരൂർ കഥകളി ഗ്രാമം. പത്തനംതിട്ടയിലെ അയിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പേര് അയിരൂർ കഥകളി ഗ്രാമം എന്നാണ്. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം ദിവസവേതനം എത്രയാണ്? 333 രൂപ. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം ദിവസവേതനം 333 രൂപയാണ്. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? പിണറായി വിജയൻ. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിൽ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? മെയ് 17. കേരളത്തിൽ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17 ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്നു മുതൽ എന്നുവരെയാണ്? 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ. കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ 2022 ഈ ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഏഷ്യൻ ഗെയിംസ് 2022 എന്ന പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. എന്നാൽ ഇത് നടന്നത് 2023 കോവിഡ് കാരണമാണ് 2023 മാറ്റിയത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 2022 വേദി എവിടെയാണ്? പറയുമ്പോൾ ഏഷ്യൻ ഗെയിംസ് 2022 എന്നാണ് പറയുന്നത്. വേദി ചൈനയിലെ ഹാങ്ഷോ ആയിരുന്നു. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയിലെ ഹാങ്ഷോ ആണ്. ചൈന എത്ര തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്? 3 തവണ. ചൈന 3 തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. 2023 നടന്നത് ചൈനയിൽ നടക്കുന്ന 3ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 2022 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ചൈനയാണ്. ഏഷ്യൻ ഗെയിംസ് 2022 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ചൈനയും 2ാം സ്ഥാനത്തെത്തിയത് ജപ്പാനും 3ാം സ്ഥാനത്തെത്തിയത് ദക്ഷിണ കൊറിയയുമാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 2022 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനം. ഏഷ്യൻ ഗെയിംസ് 2022 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ഇന്ത്യക്ക് 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലവുമാണ് കിട്ടിയത്. 2022 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഷാൻ ഷുയി. 2022 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്ന പേര് ഷാൻ ഷുയി എന്നാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 2022 ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? സ്മാർട്ട് ട്രിപ്പിൾസ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. ഏഷ്യൻ ഗെയിംസ് 2022 ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്പിൾസ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. G20 അംഗരാജ്യങ്ങളുടെ നേതാവിന്റെ പ്രതിനിധി അറിയപ്പെടുന്ന പേരെന്താണ്? ഷെർപ്പ എന്നാണ്. G20 അംഗരാജ്യങ്ങളുടെ തലവന്റെ പ്രതിനിധി അറിയപ്പെടുന്നത് ഷെർപ്പ എന്നാണ്. ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആണ്. ഇന്ത്യൻ ഷെർപ്പ ആരാണ് നേരം? അമിതാഭ് കാന്ത്. G20 2023 പ്രമേയം എന്തായിരുന്നു? വസുദൈവ കുടുംബകം. 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. G20 2023 പ്രമേയം അല്ലെങ്കിൽ തീം എന്തായിരുന്നു? വസുദൈവ കുടുംബകം എന്നാണ്. 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. G20 2023 ലോഗോയിൽ ഉൾപ്പെട്ട നിറങ്ങൾ എന്തെല്ലാമാണ്? കുങ്കുമം, വെള്ള, പച്ച, നീല. G20 2023 ലോഗോയിൽ ഉൾപ്പെട്ട നിറങ്ങൾ കുങ്കുമം, വെള്ള, പച്ച, നീല എന്നീ നിറങ്ങളാണ്. G20 2023 ലോഗോ എന്തായിരുന്നു? ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ലോഗോയാണ് G20 2023 ലോഗോ. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ലോഗോയും അതിൻ്റെ സൈഡിലായിട്ട് G20 എന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു. ഇതാണ് G20 2023 ലോഗോ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് ആണ്. ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? തിരങ്ക.
ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലം അറിയപ്പെടുന്നത് തിരങ്ക എന്ന പേരിലാണ്. 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ്? ഡ്രൂ വൈസ്മാനും കാറ്റ്ലിൻ കാരിക്കോയും. USA-കാരനായ ഡ്രൂ വൈസ്മാനും ഹംഗറിക്കാരിയായ കാറ്റ്ലിൻ കാരിക്കോയ്ക്കുമാണ് 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കൊടുത്തത്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരീക്ഷണങ്ങളുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കൊടുത്തത്. ആർക്കൊക്കെയാണ്? ഡ്രൂ വൈസ്മാനും കാറ്റ്ലിൻ കാരിക്കോയ്ക്കും 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം കൊടുത്തത് എന്തിനാണ്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം കൊടുത്തത്. 2022 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സ്വാൻഡെ പേബു. 2022 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് സ്വാൻഡെ പേബുവിനാണ്. 2021 കിട്ടിയ ആർക്കാണ്? ഡേവിഡ് ജൂലിയസിനും ആർഡേം പറ്റാപൌഷിനുമാണ്. 2021 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഡേവിഡ് ജൂലിയസിനും ആർഡേം പറ്റാപൌഷിനുമാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിന് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നോമാൻലാൻഡ് എന്ന സിനിമയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമ ഏതാണ്? നോമാൻലാൻഡ് എന്ന സിനിമയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായത് ആന്റണി ഹോപ്കിൻസ് ആണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? ആന്റണി ഹോപ്കിൻസിനെയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായത് ഫ്രാൻസിസ് മക്ഡോർമെന്റ് ആണ്. 2021 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മക്ഡോർമെന്റിനെയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് അനദർ റൗണ്ട് എന്ന സിനിമയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് അനദർ റൗണ്ട് എന്ന ചിത്രമാണ്. 2021 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്തത് സോൾ ആണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്തത് സോൾ ആണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രമായി തിരഞ്ഞെടുത്തത് മൈ ഒക്ടോപ്പസ് ടീച്ചർ എന്ന ഡോക്യുമെന്ററിയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെന്ററി ചിത്രമായി തിരഞ്ഞെടുത്തത് മൈ ഒക്ടോപ്പസ് ടീച്ചർ എന്ന ഡോക്യുമെന്ററിയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് ചിത്രമായിരുന്നു? ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ടിന്റെ സംവിധാനം ആരാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2021 93ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി പോയ സിനിമ ജല്ലിക്കെട്ടാണ്. മാൻ ബുക്കർ പുരസ്കാരത്തെ ബുക്കർ പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? 2019. മാൻ ബുക്കർ പ്രൈസ് എന്നാണ് നമ്മൾ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് വെറും ബുക്കർ പുരസ്കാരമാണ്. 2019 മുതലാണ് ഈ പേരുമാറ്റം ഉണ്ടായത്. 2022 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? ഷെഹാൻ കരുണതിലക. ശ്രീലങ്കക്കാരനായ ഷെഹാൻ കരുണതിലകയാണ് 2022 ബുക്കർ പ്രൈസ് ജേതാവ്. ഷെഹാൻ കരുണതിലകയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയുടെ പേരെന്താണ്? ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന എന്ന ബുക്കിനാണ് ഷെഹാൻ കരുണയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്തത്. ബുക്കിന്റെ പേരെന്താണ്? ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ ആരാണ്? അരുന്ധതി റോയ്. 1997 മലയാളിയായ അരുന്ധതി റോയ്ക്ക് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ആരാണ്? അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്ക്ക് മാൻ ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയുടെ പേരെന്താണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയാണ്. അരുന്ധതി റോയ്ക്ക് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ച കൃതി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയാണ്. ഡച്ച് നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? സ്പിനോസ പ്രൈസ് ആണ്. ഡച്ച് നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം സ്പിനോസ പ്രൈസ് ആണ്. 2023 സ്പിനോസ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണ്? ഡോക്ടർ ജോയിത ഗുപ്ത. 2023 സ്പിനോസ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ വംശജ ഡോക്ടർ ജോയിത ഗുപ്തയാണ്.
സ്പിനോസ പ്രൈസ് നൽകുന്നത് ഏത് മേഖലയിലെ സംഭാവനകൾക്കാണ്? പരിസ്ഥിതി മേഖലയിൽ നൽകുന്ന സംഭാവനയ്ക്കാണ് സ്പിനോസ പ്രൈസ് നൽകുന്നത്. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് 2023 അർഹനായത് ആരാണ്? രത്തൻ ടാറ്റ. ഓസ്ട്രേലിയയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയ്ക്ക് 2023 അർഹനായത് രത്തൻ ടാറ്റയാണ്. 2021 53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വഹീദ റഹ്മാൻ. 2021 53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാനാണ്. ഇന്ത്യയിൽ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യയിൽ ചലച്ചിത്ര മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇതിന് സമ്മാന തുക 10 ലക്ഷം രൂപയാണ്. 2020 52ാമത് ദാദാ സാഹിബ് പുരസ്കാര ജേതാവ് ആരാണ്? ആശ പരേഖ്. 2022 52ാമത്തെ ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് ആശ പരേഖിനാണ്. 2019 51ാമത് ദാദാ സാഹിബ് പുരസ്കാര ജേതാവ് ആരാണ്? രജനികാന്ത്. 2019 ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് രജനികാന്തിനാണ്. 2018 50ാമത് ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. 2018 ദാദാ സാഹിബ് പുരസ്കാര ജേതാവ് അമിതാഭ് ബച്ചനാണ്. നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാഭ്യാസമായ ഡിഫൻഡർ 2023 വേദി എവിടെയാണ്? ജർമ്മനി. നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാഭ്യാസമായ ഡിഫൻഡർ 2023 വേദി ജർമ്മനിയാണ്. ഇന്ത്യൻ നേവിയും റോയൽ നേവി എന്ന് പറയുന്നത് യുകെയുടെയാണ്. ഇന്ത്യൻ നേവിയും റോയൽ നേവിയും തമ്മിൽ 2023 അറബിക്കടലിൽ നടന്ന സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? കൊങ്കൺ 2023. ഇന്ത്യൻ നേവിയും റോയൽ നേവിയും തമ്മിൽ 2023 അറബിക്കടലിൽ നടന്ന സംയുക്ത നാവികാഭ്യാസമാണ് കൊങ്കൺ 2023. കേരള സർക്കാരിന്റെ തൊഴിലിടങ്ങളിലെ ശിശുപരിപാലന കേന്ദ്ര പദ്ധതി ഏതാണ്? ക്രഷ് പദ്ധതി. കേരള സർക്കാരിന്റെ തൊഴിലിടങ്ങളിലെ ശിശുപരിപാലന കേന്ദ്ര പദ്ധതിയാണ് ക്രഷ് പദ്ധതി. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നിലവ്. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിലവ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? നവോമി ഒസാക്ക. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് നവോമി ഒസാക്കയാണ്. 2022 വനിതാ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ നെതർലാൻഡാണ്. 2022 വനിതാ ഹോക്കി ലോകകപ്പിലെ ജേതാക്കൾ നെതർലാൻഡാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നരീന്ദർ ബത്ര. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ നരീന്ദർ ബത്രയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ മുൻ അംഗമായിരുന്നു നരീന്ദർ ബത്ര. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗോവ. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. 2023 ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് ഹരിയാനയാണ്. 2023 നടന്ന ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് ഹരിയാനയാണ്. ഈ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? 4ാമതാണ്. 2023 ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന്റെ സ്ഥാനം 4ാം സ്ഥാനമാണ്. കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ദിവസവേതനം എത്ര രൂപയാണ്? 333 രൂപ. കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ദിവസവേതനം 333 രൂപയാണ്. ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിലെ ദിവസവേതനം 357 രൂപയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 3ാമതാണ്. ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 3ാമതാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്നാമതെത്തിയത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്നാമതെത്തിയത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? മെയ് 17. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17 ആണ്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതുതായി ആരംഭിക്കുന്ന എയർലൈൻ സർവീസിൻ്റെ പേരെന്താണ്? ഫ്ലൈ 91. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതുതായി ആരംഭിക്കുന്ന എയർലൈൻ സർവീസിൻ്റെ പേര് ഫ്ലൈ 91 എന്നാണ്.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്ക്വാഡിൻ്റെ പേരെന്താണ്? കെമു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാനായി കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്ക്വാഡാണ് കെമു. കെമുവിൻ്റെ പൂർണ്ണരൂപം കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എന്നാണ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ്. 2023 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. 2023 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. 2023 സെപ്റ്റംബറിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത് ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ല. നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്നത് ഏറ്റവും വലിയ ജില്ല പാലക്കാടെന്നാണ്. എന്നാൽ 2023 സെപ്റ്റംബറോടുകൂടി ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയാണ് മേം അടൽ ഹും. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമ ഏതാണ്? മേം അടൽ ഹും. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ്? കബീർ ബേദി. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ കബീർ ബേദിയാണ്. പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന ഏതാണ്? CISF. പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന CISF ആണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സുജലം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? നീന സിംഗ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് നീന സിംഗ് ആണ്. 2022 ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുരിപ്പുഴ ശ്രീകുമാർ. 2022 ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരിപ്പുഴ ശ്രീകുമാറിനാണ്. 2021 ചെന്നൈ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനുമാണ്. ISROയ്ക്ക് അടുത്തിടെ ഐസ്ലാൻഡിലെ ഹൂസവിക് മ്യൂസിയത്തിന്റെ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? ലീഫ് എറിക്സൺ ലൂണാർ പുരസ്കാരം. ISROയ്ക്ക് അടുത്തിടെ ഐസ്ലാൻഡിലെ ഹൂസവിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ലൂണാർ പുരസ്കാരമാണ് ലഭിച്ചത്. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് ആരാണ്? രവീന്ദ്രകുമാർ ത്യാഗി. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് രവീന്ദ്രകുമാർ ത്യാഗിയാണ്. ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024? UAEയുമായി ഇന്ത്യ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഇത് നടന്നത് രാജസ്ഥാനിലെ മഹാജനിൽ വെച്ചാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. ഇതിൻ്റെ പേരെന്താണ്? മൈത്രി 2. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 2029 പ്രവർത്തനം ആരംഭിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് മൈത്രി 2 എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ പേരെന്താണ്? INS ഇംഫാൽ. 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്ത ഇന്ത്യയെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലിൻ്റെ പേരെന്താണ്? INS ഇംഫാൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ്. IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിച്ച വനിത ആരാണ്? മല്ലിക സാഗർ. IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിച്ച വനിത മല്ലിക സാഗറാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാൾ.
ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ പ്രമോദ് അഗർവാളാണ്. 2023 അർജുന അവാർഡ് നേടിയ ലോങ് ജംപ് താരം എം ശ്രീശങ്കറിൻ്റെ സ്വദേശം എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ യാക്കര സ്വദേശിയാണ് ലോങ് ജംപ് താരമായ എം ശ്രീശങ്കർ. 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച കബഡി പരിശീലകൻ ഇ ഭാസ്കരൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കാസർഗോഡ് കൊടകാട് വെള്ളച്ചാൽ. കാസർഗോഡ് ജില്ലയിലെ കൊടകാട് വെള്ളച്ചാൽ എന്ന സ്ഥലത്താണ് കബഡി പരിശീലകനായ ഇ ഭാസ്കരൻ ജനിച്ചത്. ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൃഗാശുപത്രികളിൽ നടത്തിയ വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇന്ത്യയിൽ അയോഗ്യനാക്കപ്പെട്ട ആദ്യ MP ആയ ലാൽ ദുഹോമ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് 2023 ഡിസംബറിൽ ചുമതലയേറ്റത്? മിസോറാം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇന്ത്യയിൽ അയോഗ്യനാക്കപ്പെട്ട ആദ്യ MP ആയ ലാൽ ദുഹോമ 2023 ഡിസംബറിൽ ചുമതലയേറ്റത് മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ്. 2023 ഡിസംബറിൽ ചെന്നൈ നഗരത്തിൽ നാശനഷ്ടം വരുത്തിയ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. 2023 ഡിസംബറിൽ ചെന്നൈ നഗരത്തിൽ നാശനഷ്ടം വരുത്തിയ ചുഴലിക്കാറ്റാണ് മിഷോങ്. 2022 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ലീലാവതി. 2022 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ്. സർവകലാശാലകളിലും അനുബന്ധ കോളേജുകളിലും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. സർവകലാശാലകളിലും അനുബന്ധ കോളേജുകളിലും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നടത്തിയ വാട്സപ്പ് ഗെയിം ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഹോളിഡേ ഫീസ്റ്റ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നടത്തിയ വാട്സപ്പ് ഗെയിം ക്യാമ്പയിനാണ് ഹോളിഡേ ഫീസ്റ്റ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ്. പ്രഥമ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മേധാ പട്കർ. പ്രഥമ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് മേധാ പട്കറിനാണ്. സർക്കാർ ആശുപത്രികളിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അതായത് IVF ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവ. സർക്കാർ ആശുപത്രികളിൽ IVF ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും CEOയുമായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ജയവർമ്മ സിൻഹ. ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും CEOയുമായി നിയമിതയായ ആദ്യ വനിത ജയവർമ്മ സിൻഹയാണ്. യൂറോപ്യൻ യൂണിയന്റെ 2023 സഖറോവ് പ്രൈസ് മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആർക്കാണ്? മഹ്സ അമീനി. യൂറോപ്യൻ യൂണിയനിൽ 2023 സഖറോവ് പ്രൈസ് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് മഹ്സ അമീനിക്കാണ്. മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തലിൻ്റെ നേതൃത്വത്തിൽ 3 അംഗ ജുഡീഷ്യൽ കമ്മീഷനെ സുപ്രീം കോടതി നിയമിച്ചു. ഈ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി ആരായിരുന്നു? ആശാ മേനോൻ. മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തലിൻ്റെ നേതൃത്വത്തിൽ നിയമിച്ച 3 അംഗ ജുഡീഷ്യൽ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി ആരാണ്? ആശാ മേനോൻ. ഇന്ത്യയുടെ ആദ്യ സോളാർ സ്പേസ് ഓർബിറ്ററി ദൗത്യമായ ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-57. ഇന്ത്യയുടെ ആദ്യ സോളാർ സ്പേസ് ഓർബിറ്ററി ദൗത്യമായ ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വിക്രം നാഥ്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വിക്രം നാഥാണ്. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? S. ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് S. ശ്രീകലയാണ്.
കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദി ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടായിരുന്നു. 2024 ജനുവരിയിൽ ബ്രിക്സിൽ പുതുതായി അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UAE, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ എന്നിവയാണ്. ഇതോടെ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം 10 ആയിട്ടുണ്ട്. അപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ 10 ആണ്. ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ചലോ ആപ്പ്. അപ്പോൾ KSRTCയുടെ പുതിയ ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷനാണ് ചലോ ആപ്പ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാനൊക്കെ സാധിക്കും. രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ്? ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ മലയാളി താരം ആരാണ്? SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണനാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ISROയാണ്. 2021 ഡിസംബർ 8-ന് ഊട്ടിക്ക് സമീപം കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. 2021 ഡിസംബർ 8-ന് തമിഴ്നാട്ടിലെ ഊട്ടിക്ക് സമീപം കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്താണ്. ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിലെ തലവൻ ആരാണ്? എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവൻ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. 2021 ഡിസംബറിൽ വിക്ഷേപണം ചെയ്ത ലോകത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ്. 2021 ഡിസംബറിൽ വിക്ഷേപണം ചെയ്ത ലോകത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പ് ജെയിംസ് വെബാണ്. രാമാശ്രമം ട്രസ്റ്റിൻ്റെ ഉണ്ണീരിക്കുട്ടി പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഇന്ദ്രൻസ്. രാമാശ്രമം ട്രസ്റ്റിൻ്റെ ഉണ്ണീരിക്കുട്ടി പുരസ്കാരം 2021 ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. വോട്ടർ പട്ടികയിലെ പേരുകൾ ആധാർ നമ്പരുമായി ബന്ധിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2021 ഡിസംബർ 21. വോട്ടർ പട്ടികയിലെ പേരുകൾ ആധാർ നമ്പരുമായി ബന്ധിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസാക്കിയത് 2021 ഡിസംബർ 21-നാണ്. പിന്നണി ഗായിക KS ചിത്രയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് ഏത് വർഷമാണ്? 2021. പിന്നണി ഗായിക KS ചിത്രയ്ക്ക് പത്മഭൂഷൺ കിട്ടിയത് 2021-ലാണ്. 2020 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? NR മാധവമേനോനും M മുംതാസ് അലിയും. 2020 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ NR മാധവമേനോനും M മുംതാസ് അലിയുമാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവരാണ്. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരാണ്? ഡേവിഡ് വാർണർ. 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറാണ്. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞി.
2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ച സസ്യം നീലക്കുറിഞ്ഞിയാണ്. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2021 ഡിസംബറിൽ ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP ആരാണ്? മഹുമ മൊയ്ത്ര. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 2021 ഡിസംബറിൽ ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട MP മഹുമ മൊയ്ത്രയാണ്. 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനം ഏതാണ്? സിക്കിം. 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനം സിക്കിമാണ്. പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ്. പത്മ പുരസ്കാര ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാനയാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും അടുത്ത് നിലവിൽ വന്ന, അതായത് അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് ടി പത്മനാഭന് കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചത്. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? എം ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയും. 2023 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ എം ഫാത്തിമ ബീവിയും സൂര്യകൃഷ്ണമൂർത്തിയുമാണ്. 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ്. 2023 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? പുനലൂർ സോമരാജൻ, ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്നിവരാണ്. 2023 ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. 2023 ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. ആമസോൺ നിക്ഷേപം നടത്തിയ കേരളത്തിലെ ആദ്യ സംരംഭം ഏതാണ്? ഫ്രഷ് ടു ഹോം. ആമസോൺ നിക്ഷേപം നടത്തിയ കേരളത്തിലെ ആദ്യ സംരംഭം ഫ്രഷ് ടു ഹോം എന്ന സംരംഭമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ക്ലാസിക് ഇമ്പീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ക്ലാസിക് ഇമ്പീരിയലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ക്ഷേത്രം ഏതാണ്? ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഇന്ത്യൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ക്ഷേത്രം തൃശ്ശൂരിലെ ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രമാണ്. 2023 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2023 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് KL രാഹുലാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ റെക്കോർഡ് KL രാഹുലിനാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? വി മധുസൂദനൻ നായർ. കൃതി അച്ഛൻ പിറന്ന വീട്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി വി മധുസൂദനൻ നായരാണ്. കൃതി അച്ഛൻ പിറന്ന വീട്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2ാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വന്നതെന്നാണ്? 2019 മെയ് 30. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2ാം മോദി മന്ത്രിസഭ അധികാരത്തിലേറിയത് 2019 മെയ് 30-നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2-ന് കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2 കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് ഷായാണ്. ഇദ്ദേഹം തന്നെയാണ് നിലവിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ.
സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ അംബാസിഡർ ആരാണ്? മോഹൻലാൽ. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം ആരംഭിച്ചത് ആലപ്പുഴയിലാണ്. IPL ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. IPL ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ ആണ്. 11ാം കേരള ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? K. മോഹൻദാസ്. 11ാം കേരള ശമ്പള കമ്മീഷൻ്റെ അധ്യക്ഷൻ K. മോഹൻദാസ് ആണ്. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുമരകം. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ്. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേരെന്താണ്? സഫ TV. 2020 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേര് സഫ TV എന്നാണ്. വയലാർ രാമവർമ്മയുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രകളഭം. വയലാർ രാമവർമ്മയുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേര് ചന്ദ്രകളഭം എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ്. ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രി ഏതാണ്? കോട്ടയം ജനറൽ ആശുപത്രി. ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ സർക്കാർ ജനറൽ ആശുപത്രി കോട്ടയം ജനറൽ ആശുപത്രിയാണ്. 2020 ഖേൽരത്ന പുരസ്കാര ജേതാവ് മാരിയപ്പൻ തങ്കവേലു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈ ജമ്പ്. പാരാലിമ്പിക്സ് താരമാണ് മാരിയപ്പൻ തങ്കവേലു. ഇദ്ദേഹത്തിൻ്റെ ഇവൻ്റ് ഹൈ ജമ്പാണ്. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം COVID-19 ആണ്. 2020 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം COVID-19 ആണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16 ആണ്. 2024 ജനുവരി 16 മഹാകവി കുമാരനാശാൻ്റെ എത്രാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത്? 100ാമത് ചരമവാർഷികം. 1924 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലനയാറ്റിലുണ്ടായ ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരണമടഞ്ഞത്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ്. ഫൈനലിൽ ബാഴ്സലോണയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് കിരീടം സ്വന്തമാക്കിയത്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആരാണ്? KJ ജോയ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ KJ ജോയ് ആണ്. 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിൻ്റെ മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്? TH മുസ്തഫ. 2024 ജനുവരിയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും കേരളത്തിൻ്റെ മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി TH മുസ്തഫയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2020 150 കളി കളിച്ച ആദ്യ താരം ആരാണ്? രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് 2020 150 കളി കളിച്ച ആദ്യ താരം രോഹിത് ശർമ്മയാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ്? പ്രഭ ആത്രേ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭ ആത്രയാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത് തോന്നയ്ക്കലെ ലൈഫ് സയൻസ് പാർക്കിലാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന എലിക്കുളം പഞ്ചായത്തിലെ റോബോട്ടിൻ്റെ പേരെന്താണ്? എലീന. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന എലിക്കുളം പഞ്ചായത്തിലെ റോബോട്ടാണ് എലീന. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് RCCയിലാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ്.
2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ്. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ് ആണ്. 34ാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ് ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.